ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആക്കി എടുക്കാം എന്നുള്ളതും അതുപോലെ തന്നെ ത്രെഡിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ചെറിയ ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പെർഫെക്ഷൻ ആണല്ലേ. നമ്മളിൽ പലരും പുറത്ത് ഷോപ്പിൽ തയ്ക്കാൻ കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ ആദ്യം നോക്കുക അതിൻ്റെ സ്റ്റിച്ചിൻ്റെ പെർഫെക്ഷനൊക്കെ ആയിരിക്കും അല്ലേ. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതൊക്കെ നോക്കും. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ എന്ന് പറയുന്നത് തന്നെ സ്റ്റിച്ചിങ് ആണ്. ആ സ്റ്റിച്ചിൻ്റെ പെർഫെക്ഷനും അതുപോലെ തന്നെ ആ ഒരു നീറ്റ്നെസ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റിച്ചിൻ്റെ പെർഫെക്ഷനും നീറ്റ്നെസ്സും ആ ഒരു വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കും. അപ്പോൾ സ്റ്റിച്ചിങ് എളുപ്പമാക്കാനും അതിൻ്റെ ഒരു വൃത്തിയും പെർഫെക്ഷനൊക്കെ കൊണ്ടുവരാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഒരു കട്ട് പീസിലാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതാ നമ്മുടെ ബാക്ക് സൈഡിൽ ഇതുപോലെ ത്രെഡ് കുത്തി കൂടിയാണ്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ അവിടെ ആ നീറ്റ്നെസ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത് എങ്ങനെ നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നാണ് ഞാനിപ്പം ആദ്യം കാണിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ കുത്തി കൂടിയിട്ടായിരിക്കും നമുക്ക് ത്രെഡ് കിട്ടുക. അപ്പോൾ ആ ഒരു ഭാഗം എങ്ങനെയാണ് നമുക്ക് ഭംഗിയിൽ വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉൾഭാഗത്താണ് വരുന്നത്, എന്നാലും നമ്മൾ ഉൾഭാഗത്തും നമ്മൾ ആ ഒരു ഉള്ളിലല്ലേ എന്ന് കരുതിയിട്ടൊന്ന് മാറ്റി വെക്കരുത്. ഇതുപോലെ ഉള്ളിലും നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ പെർഫെക്റ്റ് ആക്കി എടുക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന ത്രെഡ് ഉണ്ടല്ലോ, ബോബിയിൽ നിന്നും അതുപോലെ സൂചീൻ്റെ അവിടെ നിന്ന് വരുന്ന ആ രണ്ട് ത്രെഡിനെയും ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കുക. അപ്പോൾ കുറച്ച് നമ്മൾ അധികം എടുത്താലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സൂചിനെ വിട്ടിട്ട് ത്രെഡ് പോകും. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ നോർമലാക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതാ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലും കുത്തി കൂടാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ത്രെഡിനെ നമ്മൾ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഉള്ളിൽ പോവാതെ നമ്മൾ നോക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്ലോത്തിനെ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, കുത്തി കൂടുന്ന ആ ഒരു പ്രോബ്ലം, അത് നമ്മുടെ കട്ട് പീസിലേക്ക് പോയി കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ശേഷം ആ ഒരു പീസിനെ നമുക്ക് ആ ത്രെഡിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ കട്ട് പീസിൽ ഇത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ കുത്തി കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കട്ട് പീസിലേക്ക് പോയി. അതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ പീസിലേക്ക് ഇത് വരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എഡ്ജിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പോൾ വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ആ ഭാഗത്തുള്ള ത്രെഡിനെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഇനി നമുക്ക് അടുത്തത് എന്താ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതും കൂടി ചെയ്തെടുക്കാം. അപ്പം ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാതെ തന്നെ ജോയിൻ ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വീണ്ടും ഈ ഒരു പ്രശ്നം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ത്രെഡിനെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഓരോ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നം നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം എന്താണ്, നമ്മൾ കട്ടിങ്ങൊക്കെ ആദ്യം തന്നെ കഴിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കേണ്ടത്. അപ്പം ഓരോന്നും ഇങ്ങനെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പ്രോബ്ലം എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്കിതുകൊണ്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ ത്രെഡ് പൊട്ട്, അതുപോലെ സൂചിയിൽ നിന്നും ത്രെഡ് പോകുന്ന ഒരു സമയമൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനും നമ്മുടെ സ്റ്റിച്ചിങ് ഈസി ആവാനും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അടുത്തതായിട്ട് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് ഓവർലോക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴും ഞാൻ ആദ്യം ആ ഒരു കട്ട് പീസിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ട് സൈഡൊക്കെ ഓവർലോക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉൾഭാഗമല്ലേ, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കരുത്. അപ്പോൾ ഉൾഭാഗത്താണെങ്കിലും നമ്മൾ ആ ഒരു പെർഫെക്ഷനോട് കൂടി ചെയ്യുമ്പോൾ തന്നെയാണ് ആ ഒരു വൃത്തി കിട്ടട്ടോ. ഉള്ളിലും നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തെടുക്കുമ്പോൾ പുറത്തൊക്കെ കൊടുക്കാനാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഉൾഭാഗത്തും നല്ല വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കുക.
അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലുള്ള ലേസുകളും എല്ലാം ചെയ്തെടുക്കുമ്പോഴും ഫസ്റ്റ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എന്തായാലും ആ ത്രെഡ് ഉള്ളിൽ പോയിട്ട് ഒന്ന് കുത്തിക്കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ലേസും ഈ ഒരു ബീഡ്സൊക്കെ വരുന്ന ലേസൊക്കെ ആകുമ്പോൾ നമുക്ക് ത്രെഡ് പൊട്ടി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ സൂചിയിൽ നിന്നും നൂലൊക്കെ പോയിട്ട് വീണ്ടും പുറത്തെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കൊരു ഫ്രസ്ട്രേഷൻ വേറെ ഒന്നുമില്ല അല്ലേ. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ത്രെഡ് നമ്മൾ അധികം വേസ്റ്റായിട്ട് പോകുമെന്നും വിചാരിക്കണ്ട. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ പെട്ടാലും ഇതുപോലെ നമുക്ക് വീണ്ടും നമ്മൾ രണ്ടാമത് പണിയെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേറെ നമുക്ക് ത്രെഡ് വേസ്റ്റായിട്ട് പോകും. അപ്പം കുറച്ച് ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ ത്രെഡിനെ സേവ് ചെയ്യാനും നമുക്ക് ഇതിലൂടെ കഴിയും കേട്ടോ. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ആ കട്ട് പീസിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കേട്ടോ. ഇതുപോലെ ആ ഒരു ഭാഗം കട്ട് ചെയ്യാതെ അങ്ങനെ നമ്മൾ വിടുക. എന്നിട്ട് നമുക്ക് എവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി ആ ഒരു ഭാഗത്ത് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗം കൊണ്ട് റിലീസ് ചെയ്താൽ ഇതുപോലെ സ്മൂത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ എഡ്ജും ആ ഒരു പിരിഞ്ഞു പോവുകയോ കുത്തലോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം അവിടെ വെച്ചു. ഇനി നമുക്ക് എന്താ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനത്തിലും കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒന്നിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തത് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ 4 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടും ത്രെഡ് ഒരു ഭാഗത്ത് പോലും നമുക്ക് കുത്തി കൂടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ വരുന്ന മറ്റൊരു പ്രോബ്ലമാണ് നമ്മുടെ സ്റ്റിച്ച് ലൂസായി പോവുക എന്നുള്ളത് കേട്ടോ. കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ലൂസായി പോവുകയെന്ന്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നമുക്ക് നമ്മുടെ മെഷീനിൽ തന്നെ കൂട്ടാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് നമുക്ക് ഫാബ്രിക്കിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് സ്പേസ് സിൽക്കിൻ്റെ ഫാബ്രിക്കാണ്. ഇത് നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത ടൈപ്പ് ഒരു ഫാബ്രിക്കാണ് കേട്ടോ. കയ്യിൽ നിന്ന് ഇങ്ങനെ വീണ് പോകുന്നൊരു ടൈപ്പാണ്. അപ്പം അത്രയും നേർന്ന ഒരു ക്ലോത്തും കൂടിയാണ്. ഇതൊക്കെ ആകുമ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ആ ഒരു വിടുത്തുണ്ടല്ലോ അത് മാക്സിമം ഞാൻ കുറച്ച് കൊടുക്കും കേട്ടോ. നോർമലായിട്ട് ഞാൻ 3-ലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറ് നോർമൽ സ്റ്റിച്ചിന് വേണ്ടിയിട്ട്. 4-ലൊക്കെ ഇടുമ്പോൾ അത് ഭയങ്കര ലൂസായിട്ട് വലിയ സ്റ്റിച്ചായിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ വിടുത്ത് അത്രയും വലിയ സ്റ്റിച്ച് ആയിട്ട് വീഴുമ്പം ആ ഒരു ഭംഗി നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റിച്ചിൻ്റെ വിടുത്ത് ഞാൻ 2 to 3 വരെയാണ്. ഇങ്ങനെ കട്ടി കുറഞ്ഞ ക്ലോത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ കേട്ടോ ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 3.5 മുതൽ 4 ഇട്ട് കൊടുക്കാം കേട്ടോ. 4 ഇടാതിരിക്കുകയാണ് എന്നോടും ബെസ്റ്റ് വരിക. 3.5 ഇട്ടിട്ട് നമുക്ക് ഈ ഒരു കട്ടി കൂടിയ ക്ലോത്തിലൊക്കെ ചെയ്തെടുക്കാം. അതെങ്ങനെ വെച്ചാൽ നമ്മുടെ ഈ ജീൻസ് പോലുള്ള ക്ലോത്തൊക്കെ ഉണ്ടല്ലോ, ജീൻസ് വെൽവെറ്റിൻ്റെ ഒക്കെ കുറച്ച് കട്ടി കൂടിയ ക്ലോത്തൊക്കെ നമുക്ക് കുറച്ച് വലിയ സ്റ്റിച്ചായാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലുള്ള ഫാബ്രിക്കിലൊക്കെ നമുക്ക് ചെറിയ സ്റ്റിച്ചാക്കി ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. വലിയ സ്റ്റിച്ച് ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ തന്നെ ആ ഒരു വൃത്തി നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത് എൻ്റെ മോളുടെ പലാസോ പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഞാൻ കുറച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ നിർത്തി വെക്കൂലേ, അവിടെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് പ്രഷർ വരുന്നൊരു ഏരിയ ആണല്ലോ. ഇലാസ്റ്റിക് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം ആ ഒരു ഭാഗം ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുമ്പോൾ അവിടെ തുന്നി വിടാതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഏതൊരു ഔട്ട്ഫിറ്റ് തയ്ച്ചെടുക്കുമ്പോഴും അതിലൊരു 80% നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ നീതി പുലർത്താൻ ശ്രമിക്കുക. മാക്സിമം നമുക്ക് എന്തായാലും ചെയ്യാൻ കഴിയില്ല, എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ മാക്സിമം വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ ആ ഒരു ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയുണ്ടാവും, അതുപോലെ തന്നെ കസ്റ്റമറും ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മളും ഹാപ്പിയാവും. അതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാനൊക്കെ നമുക്ക് ഈസി ആവും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.